ശബരിമല സ്വർണ്ണ കവർച്ച കേസ് നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ SIT നിർണായക നീക്കം നടത്തിയിരിക്കുന്നു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ, വഴിതെറ്റിക്കാൻ, തെറ്റായ പ്രചാരണം നടത്താൻ ഭാഗ്യശക്തികൾ ഇടപെടുന്നുണ്ട് എന്ന് ഹൈക്കോടതി ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇടക്കാല ഉത്തരവിലാണ് അക്കാര്യം വ്യക്തമാക്കിയത്. മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. തെറ്റായ വഴിയിലേക്ക് ശരിയായ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു ദേവസ്വം ബെഞ്ച്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശരിയായ നിരീക്ഷണം നടത്തുകയും അന്വേഷണം ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയും മാധ്യമങ്ങൾക്കും ഭാഗ്യശക്തികൾ എന്ന് ഉദ്ദേശിച്ചത് UDF-നെയാണ് എന്ന രാഷ്ട്രീയ ആരോപണം അപ്പോൾ തന്നെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഭാഗ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നും പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴിതാ കണ്ഠരര് രാജീവര് SIT കസ്റ്റഡിയിൽ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശബരിമല തന്ത്രിയിലാണ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. ദൈവതുല്യനായ ആൾ അദ്ദേഹമാണ് കാര്യങ്ങൾ നിർദ്ദേശിച്ചത്, അതനുസരിച്ച് മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചത് എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്ന പത്മകുമാർ പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ അക്കാര്യം വലിയ ചർച്ചയായി മാറിയിരുന്നു. ആരാണ് ദൈവതുല്യനായ മനുഷ്യൻ എന്ന ചോദ്യത്തിന് നമ്മുടെ മാധ്യമങ്ങൾ ചില പേരുകൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് കടകംപള്ളി സുരേന്ദ്രനെ ആയിരുന്നു. കടകംപള്ളി സുരേന്ദ്രനാണ് ദൈവതുല്യനായ ആൾ. കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, ചോദ്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ആരാണ് ദൈവതുല്യനായ മനുഷ്യനെന്ന്, ആരാണ് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനെന്ന്. SITക്ക് കൃത്യമൊഴി നൽകിയിട്ടുണ്ട് പത്മകുമാർ. അപ്പോൾ തന്നെ തന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇതുമാത്രമല്ല, കൊടിമരത്തിന്റെ വാജീവാഹനം എവിടെ പോയി എന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു. തന്റെ കൈവശമുണ്ട് എന്നാണ് തന്ത്രി പറഞ്ഞത്. തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. എങ്ങനെ ശബരിമലയുടെ സ്വത്ത് വാജീവാഹനം തന്ത്രിയുടെ വീട്ടിലെത്തി എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. അതിന് കൃത്യമായ മറുപടി SIT നൽകിയിരുന്നില്ല. ഇപ്പോഴാണ് SIT കാര്യങ്ങൾ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതിന് പിറകിൽ മറ്റാരുമല്ല, സ്വർണം കവർച്ചയ്ക്ക് പിറകിൽ മറ്റാരുമല്ല, കണ്ഠരര് രാജീവര് തന്നെയായിരുന്നു. സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയി പൂജ നടത്തിയത് തന്ത്രി കുടുംബാംഗം തന്നെയാണ് എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്ന് വെച്ചാൽ സ്മാർട്സ് ക്രിയേഷൻസിന്റെ മേധാവി, ഇവരെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. ഇവർക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ്. ഇവരെല്ലാം ചേർന്നിട്ടാണ് ദേവസ്വം ബോർഡിനെ പോലും കുടുക്കിയത് എന്ന സംശയമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദേവസ്വം ബോർഡിന് നൽകിയ, ശബരിമലയ്ക്ക് വേണ്ടി നൽകിയ ആംബുലൻസ് സ്പോൺസർ ചെയ്തത് ഒരു ഭീമൻ ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയുടെ വാഹനം കൈമാറിയത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ ഭീമൻ ജ്വല്ലറിയുടെ ഉടമ BJP-യുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അടുത്ത കാലത്ത് BJP ശബരിമലയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അന്വേഷണം ഇനി നീങ്ങേണ്ടത് ആ ഭാഗത്തേക്കാണ്. ജ്വല്ലറി ഉടമയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് സ്വാഭാവികമായും അന്വേഷിക്കേണ്ടി വരും. ആ അന്വേഷണവും വലിയ ചർച്ചയാകും. കാര്യങ്ങളൊക്കെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. പിണറായി വിജയനെയും LDF സർക്കാരിനെയും കടകംപള്ളി സുരേന്ദ്രനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി, അതുപയോഗിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അത് വോട്ടാക്കി മാറ്റാം, രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്ന് കരുതി കാത്തിരുന്ന UDF-നും വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം SIT-യുടേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. UDF-ന്റെ മാത്രമല്ല, BJP-യുടെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യും എന്നൊക്കെ പറയുന്ന BJP നേതാക്കൾ, BJP-യുടെ ഒപ്പം നിൽക്കുന്നവർ, അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, വിശ്വാസത്തെ വിറ്റ് കാശാക്കുകയാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്.
എന്ന് വെച്ചാൽ UDF-ഉം BJP-യും എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്തിനെയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്, അതെല്ലാം ഇപ്പോഴിതാ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ആരൊക്കെയാണ് കുറ്റവാളികൾ, ആരൊക്കെയാണ് സ്വർണ്ണ കവർച്ചയ്ക്ക് കൂട്ടുനിന്നവർ, അറിഞ്ഞും അറിയാതെയും കൂട്ടുനിന്നവർ ഉണ്ടെങ്കിൽ അവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരട്ടെ, ഇഴകീറി പരിശോധിക്കട്ടെ. ഒരു തരി സ്വർണം പോലും ശബരിമലയുടേത് നഷ്ടപ്പെടരുത്, എല്ലാം തിരിച്ചു പിടിക്കണം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മെല്ലെ മെല്ലെ എത്തുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് കാത്തിരുന്നവർക്ക് വലിയ തിരിച്ചടിയും വന്നിരിക്കുന്നു.